നൂജ 2 ചൈനയിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ഈ ഒരു ആനിമേറ്റഡ് പടം ഇപ്പോൾ ഇന്ത്യയിലെ തിയേറ്ററുകളിൽ റിലീസ് ആയിട്ടുണ്ട്. പടം തിയേറ്ററിൽ തന്നെ കണ്ടു, 3Dയിലാണ് കണ്ടത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ലോകത്തിൽ ഇന്ന് വരെ ഇറങ്ങിയ ആനിമേറ്റഡ് സിനിമകളിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയാണിത്. $8 കോടി ബജറ്റിൽ വന്ന സിനിമ $200 കോടി മുകളിലാണ് കളക്ട് ചെയ്തത്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യമല്ല പറഞ്ഞത്, ഡോളേഴ്സിന്റെ കാര്യമാണ് കേട്ടോ, ഡോളേഴ്സ്. ആൻഡ് എല്ലാ ടൈപ്പ് സിനിമകളുടെയും കളക്ഷന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്പർ 1 അവതാർ ആണെങ്കിൽ അത് കഴിഞ്ഞ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ആണ്, പിന്നെ അവതാർ 2 ആണ്, നെക്സ്റ്റ് ടൈറ്റാനിക്, അത് കഴിഞ്ഞ് ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം ആണ് ഇത്. ഞാനിങ്ങനെ ഭയങ്കര ആനിമേറ്റഡ് ഫിലിം കാണുന്ന ഒരാളൊന്നുമല്ല, അധികം പടങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുമില്ല. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും കളക്ട് ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടി പടം എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ കാണണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഈ പടം കാണാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണുക. എങ്കിലേ ക്യാരക്ടേഴ്സ്, അവരുടെ വേൾഡ്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ കൃത്യമായിട്ടുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിലും ആസ്വദിക്കാൻ പറ്റും, പക്ഷെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാവും. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടും കാണാനായിട്ട്. ഫസ്റ്റ് പാർട്ട് ഇംഗ്ലീഷിലാണ് ഞാൻ കണ്ടത്. ഇത് ഒറിജിനൽ മാൻഡറിൽ തന്നെയാണ് തിയേറ്ററിൽ കണ്ടത്. ഇതിന്റെ ആനിമേഷൻ 3D ഒക്കെ ഗംഭീരമാണ്. ത്രില്ലുണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, ചെറിയ ചില കോമഡികളൊക്കെ ഉണ്ട്, ഫാമിലി സെന്റിമെന്റ്സ് ഉണ്ട്, ഇമോഷണൽ ആണ്. അങ്ങനെ ഒരു ഫുൾ പാക്ഡ് എന്റർടൈനർ ആണ് ഈ സിനിമ എന്ന് പറയാം. സോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പടം എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടുത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ പടം നല്ല രീതിയിൽ നല്ല സ്ക്രിപ്റ്റിലൊക്കെ എടുത്താൽ, നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയിൽ എടുത്താൽ എങ്ങനെയിരിക്കും, അതുപോലുള്ള ഒരു പടമാണിത്. ഇതിൽ നോജായ്ക്ക് ഒരു ടെസ്റ്റ് നടത്തുന്നതിൽ ഒരു മാമറ്റ് ഗ്രൂപ്പിന്റെ അടുത്തുള്ള ഒരു ഫൈറ്റ് ഒക്കെ കണ്ടപ്പോൾ, ഞാൻ ആ ഗ്രൂപ്പിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കങ്കുവയിലെ ബോബി ഡിയോളിനെയും ടീമിനെയാണ്. ഗുഡ് വേഴ്സസ് ഇവിൾ ആണ് ഇതിന്റെ ബേസിക് പ്ലോട്ട്. പക്ഷെ കുറെ സ്ഥിരം ക്ലീഷേസ് ഒക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ദേവഗണം, ദേവന്മാർ, അസുരന്മാർ, അങ്ങനെ ഒരു വേർതിരിവുണ്ടല്ലോ. ഇതിൽ ചില ദേവന്മാരെക്കാൾ എത്രയോ ബെറ്റർ ആണ് അസുരന്മാരെന്ന് പടം പരോക്ഷമായിട്ട് പറയുന്നുണ്ട്. ബീയിങ് യുവർ സെൽഫ്, നമ്മൾ ഡീമൻ ആണെങ്കിലും ഡീമനായി തന്നെ ഇമ്മോർട്ടൽ ആവുന്നതല്ല ഏറ്റവും വലുത്, അവനവനായി തന്നെ ഇരിക്കുന്നത് ഇമ്പോർട്ടൻസ്. അതാണ് ഈ സിനിമ പറയുന്നത്. അതാണ് ഈ പടത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയാം. ക്യാരക്ടർ ഡെവലപ്മെന്റ് എക്സ്ട്രാ ഓർഡിനറി ആണ്. നൂജ പിന്നെ ഔ ബിങ്, ഈ 2 ക്യാരക്ടേഴ്സ് ആണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ നൂജയുടെ അമ്മ, ലേഡി ഇൻ, അച്ഛൻ, അവന്റെ മാസ്റ്റർ, മറ്റേ ഫാറ്റ് ബുദ്ധ പോലെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ, പിന്നെ ഷെൻ ഗോങ്ബോ എന്ന് പറയുന്ന ഒരു ലെപ്പേർഡ് ഡീമൻ ഉണ്ട്. ഇതൊക്കെയാണ് എന്റെ ഫേവറേറ്റ് കഥാപാത്രങ്ങൾ. പടം നമ്മളെ ഇമോഷണലി കണക്ട് ആക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഒരു ഹഗ് കൊടുക്കാതെ പോയതിന്റെ പിന്നെ അത് പേ ഓഫ് ഒക്കെ വരുന്നതൊക്കെ കിടുവായിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈന് ഒക്കെ കിടുവാണ്. ഞാൻ കണ്ട തിയേറ്ററിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, വളരെ ബ്രൈറ്റ്നെസ് കുറഞ്ഞതുപോലെ നല്ല ഇരുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നിങ്ങളെ കണ്ടിടത്ത് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റിൽ പറയുക. അതെനിക്ക് ആസ്വാദനത്തെ കുറച്ച് ബാധിച്ചായിരുന്നു. അതുപോലെ ഒറിജിനൽ മാൻഡറിനിലാണ് ഞാൻ പടം കണ്ടത്. അപ്പോൾ നമുക്കൊരു തേങ്ങയും മനസ്സിലാവില്ലല്ലോ. ഫുള്ള് ഡയലോഗ്സ് സബ് ടൈറ്റിൽ നമ്മൾ കുത്തിയിരുന്ന് വായിക്കണം. അതും ഇഷ്ടംപോലെ ഡയലോഗ്സ് പടത്തിലുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ഡയലോഗുകൾ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് കുറച്ച് മിസ്സായി പോയായിരുന്നു. ഇതൊക്കെ എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയ കുറച്ച് ചില്ലറ പ്രശ്നങ്ങളാണ്. പിന്നെ പടത്തിന്റെ ലെങ്ത് നല്ല കൂടുതലായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് സെക്കൻഡ് ഹാഫ് കുറേ നീളമുള്ളതുപോലെ തോന്നിയായിരുന്നു. പിന്നെ എന്തൊക്കെയാണെങ്കിലും എല്ലാത്തരം ആൾക്കാർക്കും ഇത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. മുതിർന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ കുട്ടികളുടെ പടം എന്നൊരു ഫീൽ അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ ബിയോണ്ട് ആയിട്ടുള്ള ഒരു ലോകമൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു രസമാണല്ലോ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള പടങ്ങൾ കാണാനായിട്ട്. കുറച്ച് ഫാന്റസി മിക്സഡ്, നല്ല സ്റ്റോറി, ഇമോഷണൽ കണക്ഷൻ, ടെക്നിക്കലി ഗുഡ്, ഒപ്പം കുട്ടികൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കൗതുകങ്ങൾ, ഫാന്റസികൾ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു കുട്ടികളുടെ സിനിമ കുട്ടികൾക്കാണെങ്കിലും ആസ്വദിക്കാൻ പറ്റുക. അങ്ങനെയുള്ള പടങ്ങൾ മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒന്നാണ് നീജ 2. ആകമൊത്തം ടോട്ടലിൽ ഒരു നല്ല ആനിമേറ്റഡ് മൂവിയാണ് ഈ സിനിമ. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. കാണാൻ താല്പര്യമുള്ള ഒരു കുട്ടികളോടൊപ്പം തന്നെ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ മുതിർന്നവർക്കും കണ്ടാസ്വദിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 മണിക്കൂർ 24 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. കേരളത്തിൽ ഇനി ഇംഗ്ലീഷ്, ഹിന്ദി ഡബിങ്, തമിഴോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഇവിടെ മാൻഡറിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.